അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞത്? ഓപ്പർച്യൂണിറ്റി കാർഡ്, അതായത് ബേസിക്കലി ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ മീനിങ് തന്നെയാണത്. അതായത് നിങ്ങൾക്ക് ജർമ്മനി പോയിട്ട് ജോലി അന്വേഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അത് തരുന്ന ഒരു വിസ. അത്രയാണ് ഈ പറഞ്ഞ പോലെ ചാൻസൺ കാർട്ട എന്ന് പറയുന്ന ഒരു വിസയാണ് വരുന്നത്. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നൽകുന്നു. ഒരു മിനിമം ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജർമ്മനിക്ക് പോകാം. ജർമ്മനി പോയിട്ട് അവർക്ക് ജോലി അന്വേഷിക്കാം. ഒരു 30-35 അതിന് താഴെ ആയിരിക്കണം. നമ്മളൊരു വല്ലാണ്ട് 40-45 ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഓപ്ഷൻ കിട്ടിയെന്ന് വരില്ല. ഒരു 30 വയസ്സാണ് ഐഡിയൽ ആയിട്ടുള്ളത്. ഒരു 35 വയസ്സൊക്കെ എക്സ്ട്രീം കേസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മിനിമം ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇന്ത്യയിൽ. ഇവർക്ക് ലാംഗ്വേജ് റെസ്ട്രിക്ഷൻസ് നിർബന്ധമില്ല. അവർക്ക് A1 അല്ലെങ്കിൽ A2 പോലും വേണമെന്നില്ല. IELTS മാൻഡേറ്ററി അല്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. ദാറ്റ് യുനോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയും അറിയില്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സും ഇല്ല, റിലേറ്റീവ്സും ഇല്ല, ആരും ഇല്ല. നിങ്ങൾ ജർമ്മനി പോയിട്ട് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ എങ്ങനെ നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാൻ പിടിക്കാന്നുള്ള ചാലഞ്ചും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മിനിമം ഒരു IELTSന്റെ സ്കോറോ ഒരു ബേസിക് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആണ്. ഇതും ഒരു സർവീസ് എന്നുള്ള പോലെ കണ്ടാൽ മതി. ഒരു ജോലി അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ ജോബ് ഹണ്ടിങ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർക്ക് ദുബായിലേക്ക് വിസിറ്റ് വിസയിൽ പോയിട്ട് ജോലി അന്വേഷിക്കുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിക്കേണ്ട കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ ജോലി വിസയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളില്ല. നമുക്ക് ജർമ്മനിക്ക് പോകുന്നു. നമുക്ക് അത്യാവശ്യം കഴിവുള്ള ആളുകളാണ്, നമുക്ക് അത്യാവശ്യം നെറ്റ്വർക്കിംഗ് ജർമ്മനിയിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കണ്ടുപിടിക്കാനായിട്ട് കുറച്ചും എളുപ്പമായിരിക്കും. അപ്പൊ ഒരു 1 year ആണ് ഇതിന്റെ ഒരു അതെ, ഒരു വർഷത്തെയാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. നമ്മൾ ബേസിക്കലി നമ്മളുടെ ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ജർമ്മൻ ബാങ്കിൽ നമ്മളൊരു 12 ലക്ഷം രൂപയോളം നമ്മൾ കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. അത് ജർമ്മനിക്ക് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ബാധകമാണ്. നമുക്ക് മിനിമം ജർമ്മനി പറയുന്ന ഏകദേശം 1000 യൂറോനടുത്ത്, അതായത് 1 ലക്ഷത്തിനടുത്ത് നമുക്ക് ജർമ്മനിയിൽ ചെലവ് ഉണ്ടായിരിക്കും. മിനിമം അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഒരു മാസം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ജർമ്മനി ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 12 ലക്ഷത്തോളം ഇന്ത്യൻ റുപ്പീസ് ഇപ്പത്തെ നിലയ്ക്ക് നമ്മൾ ജർമ്മനിയിലത്തെ ബാങ്കിൽ കെട്ടിവെക്കണം. എല്ലാ മാസവും വിത്ഡ്രോ ചെയ്യാവുന്ന പൈസ തന്നെയാണ്. ആ പൈസ കെട്ടിവെക്കണം. അത് നമ്മളൊരു 12 ലക്ഷം വരെ 6 ലക്ഷം കെട്ടിവെക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ കിട്ടും നമുക്ക്. പക്ഷെ 6 മാസത്തേക്ക് ആയിട്ട് കിട്ടുണ്ടാവുള്ളൂ. അപ്പൊ 6 മാസത്തേക്ക് പോയാൽ മതി. അതിനുള്ള ജോലി കണ്ടുപിടിക്കുന്ന കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് വെറും 6 ലക്ഷം ചെലവാക്കല്ല, ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവർക്ക് അവിടെ പോവാവുന്നതാണ്. ഈ പൈസ വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. നോർമൽ കേസിൽ നമ്മൾ ഒരു വർഷത്തെ ചാൻസൺ കാർട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ വിസയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് ഉള്ള ഒരു ഓപ്ഷനാണ് ഇപ്പം. അപ്പം ഈ പറഞ്ഞ പോലെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്കും അവിടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഇന്ത്യൻ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള 30 yearsന് താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാനുള്ള സുവർണാവസരമാണ്.